നമസ്കാരം. പ്രേമരാജൻ പൊന്നാട്. അപ്പോൾ ഞാൻ ഇന്നലെ ചില പോസ്റ്റുകൾ ഇട്ടപ്പോൾ അതിനിടയിൽ ഒരു പാർട്ടി നേതാവ്, ലോക്കൽ നേതാവാണ്, ഇപ്പോൾ ഏരിയയിലുണ്ട് എന്നാണ് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞത്, പലയിടത്തും പറഞ്ഞത് നിലപാടില്ലാത്തവൻ എന്ന്. അപ്പോൾ ഞാൻ പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലും വന്നിട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ കൊച്ചുങ്ങളുടെ ഫോട്ടോ ഫേസ്ബുക്കിലിട്ടപ്പോൾ അതിൻ്റെ അടിയിലും വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നിലപാടില്ലാത്തവൻ എന്ന്. ശരിക്കും സഖാവെ, ആർക്കാണ് നിലപാടില്ലാത്തത്? എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട്, എൻ്റെ വ്യക്തിത്വമുണ്ട്, എൻ്റെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തേണ്ടടുത്ത് രേഖപ്പെടുത്തുന്നു. എവിടെ രേഖപ്പെടുത്തണോ അവിടെ, എനിക്ക് രേഖപ്പെടുത്താൻ ഉള്ള അവസരമുള്ളിടത്ത് നിർഭയം നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളോ, ഈ പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിലപാടുണ്ടോ? നിങ്ങൾക്കാണ് നിലപാടില്ലാത്തത്. കാരണം നിങ്ങൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? സധൈര്യം, നിർഭയം. നിങ്ങൾക്ക് കാപ്സ്യൂളുകൾ കിട്ടണം അഭിപ്രായം പറയണ്ടെങ്കിൽ. ആ കാപ്സ്യൂളുകൾക്ക് അനുസരിച്ച് മാത്രമേ നിങ്ങൾ അഭിപ്രായം പറയുള്ളൂ. ആ കാപ്സ്യൂളുകൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയാനുള്ള ആർജവമോ ധൈര്യമോ നിങ്ങൾക്കില്ല. ചില ആളുകൾ എന്നോട് നീ പറ, നിൻ്റെ നട്ടലിന് വാഴപ്പിണ്ടിയാണോ അല്ല പിന്നെ വേറെന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചവരോട് തിരിച്ച് നിങ്ങളുടെ നട്ടലിന് എന്താണ്? നിങ്ങൾക്ക് നിർഭയം എന്തെങ്കിലും ഒരു അഭിപ്രായം, ഒരുപാട് തെറ്റുകൾ കണ്ടാൽ ആ തെറ്റിനെ തെറ്റായി പറയാൻ കഴിയുന്നുണ്ടോ? CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അദ്ദേഹം, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ഇവരൊക്കെ കേരളത്തിലേക്ക് റിപ്പോർട്ടുകൾ അയച്ചു. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മറ്റൊരു മേഖലയിലേക്ക് തിരിയണം എന്ന് ഓർത്തതാണ്. പക്ഷേ എങ്കിലും ഈ നിലയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രതികരണം നിർത്തണം എന്ന് വിചാരിച്ചാൽ. അഖിലേന്ത്യാ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിലേക്ക് തിരിച്ചയച്ചു. ഇപ്പോൾ അടുത്ത മാസം ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഇതിനകത്ത് വന്നത്? വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് ഇലക്ഷൻ പ്രചരണം നടന്നത്, വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നതെന്ന്. ആരാണ് വ്യക്തി? കർമ്മം, ക്രിയ, കർത്താവില്ല. ആരാണ് ആ വ്യക്തി എന്ന് എന്തുകൊണ്ട് നിർഭയം പറയാൻ കഴിയുന്നില്ല? നിലപാടോടുകൂടി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ വാഴപ്പിണ്ടിയാണോ അല്ല വരിക്കച്ചക്കയാണോ? എന്താണ്? ഇന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രളയം വന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കണ്ണുപോയപ്പോഴാണ് കണ്ണിൻ്റെ വില മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പറയേണ്ടത്. അതിന് പകരം പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചിട്ട്, പിണറായിൻ്റെ ഇത് വെച്ചിട്ട് പിന്നെയും വ്യക്തി കേന്ദ്രീകൃത ഫോട്ടോ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിന്ന് ഇപ്പോൾ ആ പറഞ്ഞവരൊക്കെ അന്ന് ശ്യാമൾ ടീച്ചറെ എടുത്ത് വാട്ടിപ്പാടി നടന്ന ആളാണ്. അതുപോലെ തന്നെ പയ്യന്നൂർ സ്ഥാനാർത്ഥി പലയിടങ്ങളിൽ. അങ്ങനെ ആ സമയത്ത് ഒരുപാട് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടായപ്പോൾ ഞാനന്ന് പ്രതികരിച്ചപ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് നിലപാടില്ല എന്ന്. പക്ഷേ എൻ്റെ നിലപാട് ശരിയായിരുന്നു എന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ടുള്ള സകല റിപ്പോർട്ടുകളിലും പറഞ്ഞു. ഇപ്പം സകലയാളും പറയാൻ തുടങ്ങി. ചത്തിട്ട് കുട്ടീൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. കുണ്ടിൽ വീഴുന്നതിന് മുന്നേ അവിടെ കുഴിയുണ്ട്, വീഴരുത് എന്ന് പറയേണ്ടതാണ്. എന്നിട്ട് നിലപാടില്ലാത്തത് നമുക്ക്. ഇപ്പോൾ നിങ്ങളുടെ നിലപാട് പറ. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു, എവിടെ? കേരളം വിട്ട എല്ലാവരുടെയും. ഇനി ഈ പാർട്ടിയുടെ ദേശീയ പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം നിലനിൽക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ലീഗും സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഇവിടെ ഗോവിന്ദൻ മാഷും വി കുഞ്ഞികൃഷ്ണനും UDFൻ്റെ സപ്പോർട്ട് വാങ്ങുമ്പോഴേക്കും അവർ വർഗവഞ്ചകർ. കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഇതുപോലെ തന്നെ ബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് സപ്പോർട്ട് വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്
പാർട്ടി തീരുമാനം വന്നപ്പോൾ ഞാനിതുപോലെ വീഡിയോ ചെയ്ത സമയത്ത് അന്നും നിങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് നിലപാടില്ല എന്ന്. പക്ഷേ ഇന്ന് ബംഗാൾ ഘടകവും ദേശീയ നേതൃത്വവും കൃത്യമായി വ്യക്തമായി പറഞ്ഞു കോൺഗ്രസുമായി ചേർന്നത് ബംഗാളിൽ വളരാൻ സാധിച്ചിട്ടില്ല എന്ന്. അതിപ്പോൾ കോക്കാച്ചി പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് കോക്കാച്ചി പാർട്ടീൻ്റെ വീഡിയോ വേറെ ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. നിലപാടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ നിലപാടിൽ നിലനിൽക്കണ്ടേ? ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭിന്നിച്ചു നിന്നു. അപ്പം നിലപാട് സ്വന്തമായിട്ടൊരു അഭിപ്രായം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറേണ്ടതാണ്. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊടുക്കും. 75 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടി നേതൃസ്ഥാനങ്ങളിൽ നിന്നെല്ലാം എല്ലാവരും മാറി നിൽക്കണം. അത് നിലപാടാണ്, അത് ആദർശമാണ്. അതാണ് പാർട്ടിയുടെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത്. പാർട്ടി പറഞ്ഞതല്ലേ 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെന്താ ഒരാൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന അങ്ങനെ കൊടുക്കാൻ ആർക്കും പറ്റുമോ? അങ്ങനെ ഒരു നിയമവ്യവസ്ഥയുണ്ടോ? സ്വമേധയ ഉണ്ടാക്കിയതല്ലേ. ആവശ്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ മാറ്റുന്നത് നിലപാടാണോ? അപ്പം നിലപാട് ആർക്കാണ് ഇല്ലാത്തത്? നമ്മൾ നിർഭയം ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ശരിയെ ശരിയായും തെറ്റിനെ തെറ്റായും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുന്നത് അതാണ് നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ക്യാപ്സൂൾ വന്നു കഴിഞ്ഞാൽ ആ ക്യാപ്സൂളിനനുസരിച്ച് അഭിപ്രായം പറയുക, അവർ നാളെ തിരിച്ചു പറയുമ്പോൾ ആ തിരിച്ചു പറയുന്നതിനും അനുസരിച്ച് അവർ തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ അത് എന്താ പറയുക ശശിയായി പിന്നെ അംഗീകരിച്ച് നിന്നോളുക. അതല്ല, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റ്, അത് പറയാൻ പറ്റുന്ന ഫോറത്തിൽ പറയുക. എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാർട്ടി നന്നാകണമെന്ന ആഗ്രഹം കൊണ്ടാണ്. ഇതിൽ തന്നെ മരണം വരെ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതെൻ്റെ നിലപാടാണ്. ഞാൻ പാർട്ടിയാണ് നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് നിലപാടില്ല. നിങ്ങൾക്ക് നിലപാടുണ്ടോ? നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ നിങ്ങൾ ആർജവത്തോടെ നട്ടൽ നിവർത്തി പറയണം. 75 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും പാർട്ടി നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പാർട്ടി ഈ പരാജയത്തിലേക്ക് നയിച്ച് കേരളത്തിനും ലോകത്തിനും മുഴുവൻ പാർട്ടി എന്താ പറയേണ്ടത്? ഞാനൊരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ് പറഞ്ഞത് പാർട്ടിക്ക് പോറലേറ്റു എന്ന്. കേരളത്തിലുടനീളം പാർട്ടിക്ക് പോറലേൽപ്പിച്ച് പിന്നെ ധിക്കാരകരമായ തീരുമാനമെടുത്ത് ഈ ഇലക്ഷനിൽ ഇത്രയേറെ പരാജയം നേരിടാൻ വന്ന സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിമാർ മാറി നിൽക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ നിലപാട്. അല്ലാതെ അങ്ങനെ ക്യാപ്സൂൾ വരുമ്പോൾ ആ ക്യാപ്സൂളിനനുസരിച്ചിട്ട് പറയുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായ നിലപാടും അഭിപ്രായമുള്ളതുകൊണ്ട് ഞാനത് നിർഭയം പറയാൻ പറ്റുന്നിടത്ത്. ഇപ്പോൾ ഇവിടെയാണ് പറയാൻ പറ്റുന്നത്, ഇവിടെ പറയും. അല്ല മറ്റൊരു വേദി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പറയും.